പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിൽക്കുന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. ഞാൻ ഈ ഒരു ചുമന്ന കാർപ്പറ്റിൽ ചവിട്ടി അല്ല ഞാൻ ഈ പന്തലിൽ നിൽക്കുക. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിലാണ് നിൽക്കുക. ഒരുപാട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ കടന്നു പോന്നപ്പോൾ എന്നെ ശക്തമാക്കിയത്, എന്നെ ശക്തയാക്കിയത് ഈ പുസ്തകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാനങ്ങളുടെ നൂലുകൊണ്ട് തുന്നിക്കെട്ടിയ ഈ ഒരു പുസ്തകം, പ്രത്യാശയുടെ മഷി കൊണ്ട് എഴുതി ചേർത്ത ഈ ഒരു പുസ്തകം കരങ്ങളിൽ എടുക്കാൻ, ഈ ഒരു പുസ്തകം ചങ്കിലെടുക്കാൻ, ഈ ഒരു പുസ്തകം കുറച്ചൊക്കെ ബൈഹാട്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതുകൊണ്ട് ഇന്ന് ഈ കർമ്മല സഭയുടെ തിരുവസ്ത്രം ധരിച്ച് നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ കർത്താവ് എന്നെ അനുവദിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മണിക്കൂറി ദൈവവചനത്തെ കുറിച്ചാണ് കേൾക്കാനായിട്ട് പോകുന്നത്. കർത്താവിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഒന്ന് പറഞ്ഞേ, കർത്താവിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എല്ലാവരും നമ്മൾ അധരം തുറന്ന് ദൈവവചനം തുറക്കുമ്പോൾ കർത്താവ് സ്വർഗം തുറന്ന അനുഗ്രഹങ്ങൾ വാരി വിതരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം തുറക്കുമ്പോൾ കർത്താവ് സ്വർഗം തുറന്നിരിക്കും. കർത്താവിന്റെ വചനം എന്ന് പറഞ്ഞാൽ അത് ഈശോ തന്നെയാണെന്ന് നമുക്കറിയാം. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവാക്യം പഠിപ്പിക്കുന്നു, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. എന്നിട്ട് പറഞ്ഞേ, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. സിസ്റ്റം ഇവിടെ വൈഭാനുടെ വൈദികരും ഞങ്ങളെല്ലാവരും ഒന്ന് വചനം പറയും. ഓരോ വചനം പറയുമ്പോഴും ഇടിമിന്നല് പോലെ ദൈവശക്തി പ്രിയപ്പെട്ടവരെ നമ്മിലേക്കും നമ്മുടെ തലമുറകളിലേക്കും കടന്നു വരികയാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, നിങ്ങളെപ്പോലെ നല്ല മാതാപിതാക്കന്മാർ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കാരുണ്യവാനായ ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. നമുക്കറിയാം, കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ബൈബിളിലാകെ എത്ര വചനമുണ്ടെന്ന് പറയാമോ? ബൈബിളിലാകെ എത്ര വചനമുണ്ട്? ബൈബിളിലാകെ 35,526 വചനമുണ്ട്. അടുത്ത ആളോടൊന്ന് പറഞ്ഞേ, ബൈബിളിലാകെ 35,526 വചനമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് 50 വയസ്സുള്ളവരെ കാണാൻ പറ്റുന്നു, 70കാരെ കാണാൻ പറ്റുന്നു, 14, 10, 8 ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആയുസ്സും ആരോഗ്യവും നാഡീ ഞരമ്പുകളിലും രക്തധമനികളിലും ജീവകോശങ്ങളിലും ശക്തിയും ബലവും രക്തത്തിൻ്റെ തുടിപ്പുമായി നമ്മൾ 50 ആണ്ടുകൾ, 70 ആണ്ടുകൾ, 80 ആണ്ടുകൾ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയിട്ട് ഈ വചനങ്ങളിൽ എത്ര വചനങ്ങൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റി. കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് സിസ്റ്റർ പറയുമ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം, വിലപ്പെട്ടതെന്തും വില കൊടുത്ത് തന്നെ വാങ്ങണം. 10 രൂപ നോട്ടും കൊണ്ട് പോയാൽ നമുക്കാർക്കും 1 പവൻ സ്വർണം വാങ്ങിക്കൊണ്ട് വരാൻ സാധിക്കില്ല. 2 ചോട്ടാ മഞ്ച് നമുക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും. നമ്മിൽ പലരുടെയും വിചാരം ഇങ്ങനെയാണ്, എൻ്റെ വാട്സപ്പിൽ വരുന്ന എല്ലാ പച്ച മെസ്സേജുകളും നോക്കി എല്ലാത്തിനും മറുപടി കൊടുത്ത്, വോയിസ് മെസ്സേജ് വേണ്ടതിന് വോയിസ് മെസ്സേജ്, സ്റ്റിക്കർ അടിക്കേണ്ടതിന് സ്റ്റിക്കർ, അങ്ങനെ എല്ലാ മെസ്സേജുകളും ഞാൻ എല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ എനിക്ക് ദൈവവചനം വായിക്കാം. ഇസ് ഇറ്റ് പോസിബിൾ? സാധിക്കുമെന്നെങ്കിലും ഒരിക്കലും സാധിക്കില്ല. പിശാച് വച്ചിരിക്കുന്ന വലിയൊരു കെണിയാണ് കുടുംബജീവിതം. എല്ലാ ജീവിത അന്തസ്സിലുള്ളവരെയും ദൈവവചനത്തിൽ നിന്നും അകറ്റുക എന്നുള്ളത്. നമുക്കറിയാം, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഒന്ന് പറഞ്ഞേ, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. നിങ്ങൾ വിചാരിക്കുക, ഇവിടെ ഒരു 6 കൽഭരണികൾ നിരത്തപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് പരിചയമുണ്ടല്ലോ, കാനായിലെ കല്യാണ വീട്ടിൽ 6 കൽഭരണികൾ, വെറും പച്ചവെള്ളമാണ് നിറച്ചിരിക്കുന്നത്. ഞാൻ എത്രമാത്രം മൈക്കിൻ്റെ എത്രമാത്രം മാസ്റ്റർ കൂട്ടി വെച്ച് എത്രമാത്രം ഞാൻ സൗണ്ടിൽ എടുത്ത് ഞാൻ പ്രസംഗിച്ചാലും ഈ 6 കൽഭരണികളിലും നിറയ്ക്കപ്പെട്ടിരിക്കുന്ന പച്ചവെള്ളത്തിൻ്റെ അവസ്ഥ മാറും എന്ന് എനിക്ക് ചിന്തയില്ല. എന്നാൽ ഈ 6 കൽഭരണികളിലും നിറയ്ക്കപ്പെട്ടിരിക്കുന്ന പച്ചവെള്ളത്തിനൊരു സാധ്യതയുണ്ട്. പച്ചവെള്ളത്തിന് നിറമില്ല, വീര്യമില്ല, സുഗന്ധമില്ല, ലഹരിയില്ല, ഒന്നുമില്ലാത്ത വെറും പച്ചവെള്ളം. ഈ പച്ചവെള്ളത്തിന് 6 കൽഭരണികളിൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്ന പച്ചവെള്ളത്തിനൊരു സാധ്യതയുണ്ട്. വാട്ട് ഈസ് ദാറ്റ് പോസിബിലിറ്റി? എന്താണ് ആ സാധ്യത? നിറമുള്ള, വീര്യമുള്ള, സുഗന്ധമുള്ള, ലഹരിയുള്ള പുതുവീഞ്ഞായി മാറാനുള്ള സാധ്യത ഈ പച്ചവെള്ളത്തിനുണ്ട്. എപ്പോഴാണ് പച്ചവെള്ളം നുരഞ്ഞു പൊന്തുന്ന വീഞ്ഞായി തീരുക? എപ്പോൾ പച്ചവെള്ളം തൻ്റെ ഉടമസ്ഥനെ കാണുന്നുവോ, എപ്പോൾ പച്ചവെള്ളം തൻ്റെ ഉടമസ്ഥന്റെ സ്വരം കേൾക്കുന്നുവോ, അപ്പോൾ പച്ചവെള്ളത്തിന്റെ അവസ്ഥ മാറിയിരിക്കും. ഹല്ലേലൂയ. ഈ മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഉടമസ്ഥന്റെ സ്വരമാണ്.
നമുക്കറിയാം, ഒരു കിണറ്റിലെ മുഴുവൻ വെള്ളവും കർത്താവ് വീഞ്ഞാക്കി മാറ്റുന്നില്ല. കോരിക്കൊണ്ട് വന്ന് സമർപ്പിച്ച കോരിക്കൊണ്ട് വന്ന വെള്ളം മാത്രമേ കർത്താവ് വീഞ്ഞാക്കി മാറ്റുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന മഹാത്ഭുതം. നിങ്ങൾക്കറിയാവോ കാനായെ കുറിച്ചുള്ള ഈ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാവോ? എന്തുകൊണ്ടാണ് കാനായിലെ കല്യാണ വീട്ടിലെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായി അവരുടെ വീഞ്ഞ് രാജകീയ ഭോജനം അവിടെ തീർന്നു പോയിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും അവിടെ വീഞ്ഞ് വർദ്ധിച്ചു വരാനായിട്ട് ദൈവം ഇടവരുത്തിയതെന്ന് നമുക്ക് ഈ വാഗ്ദാനങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ കാനായെക്കുറിച്ച് പറയുന്ന പ്രബോധനങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, കർത്താവ് ആദ്യം അത്ഭുതം ചെയ്ത സ്ഥലം കാനായാണ്. കാനായെക്കുറിച്ച് കർത്താവിൻ്റെ തിരുവചനത്തിൽ പറയുന്നു. ജോഷുവയുടെ പുസ്തകം 19-ാം അധ്യായം 24-ാം വചനത്തിൽ പറയുന്നു, ആഷേറിന്റെ 5-ാം തലമുറയ്ക്ക് ആഷേറിന്റെ കുടുംബത്തിന് കർത്താവ് കൊടുത്ത 5-ാമത്തെ നറുക്കു വീണ സ്ഥലമാണ് സീദോൻ വരെ എത്തിച്ചേർന്ന ആ കാന എന്ന് പറയുന്ന സ്ഥലം. കാന എന്ന് പറയുന്ന സ്ഥലം ആഷേറിന് കൊടുത്ത വലിയ അനുഗ്രഹത്തിൻ്റെ, ആ വംശത്തിന് കൊടുത്ത വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമാണ്. ആഷേർ എന്ന് പറയുന്ന വംശത്തിന് ആഷേറിൻ്റെ അപ്പൻ ആഷേറിന് കൊടുത്ത അനുഗ്രഹം, യാക്കോബ് ആഷേറിനെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്ന വചനങ്ങൾ, ആഷേറിൻ്റെ ആഹാരം സമ്പന്നമായിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 20-ാം തിരുവചനം, ആഷേറിൻ്റെ ആഹാരം സമ്പന്നമായിരിക്കും, അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും. ഒന്ന് 2 കരം ഉയർത്തി എന്ന് പറഞ്ഞേ, ആഷേറിന്റെ ആഹാരം സമ്പന്നമായിരിക്കും, അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും, അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും. ആഷേറിന്റെ ആഹാരം സമ്പന്നമായിരിക്കും, അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ യാക്കോബ് തന്റെ പുത്രനായ ആഷേറിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ആഷേറെ, നിന്റെ ആഹാരം സമ്പന്നമായിരിക്കും, നീ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും. അത് ആഷേറിന്റെ ശിരസിൽ വീണ വലിയൊരു വാഗ്ദാനവുമാണ്. എന്നാൽ ആ വാഗ്ദാനം പ്രാപിക്കുവാൻ വേണ്ടി നാളുകൾ കാത്തിരുന്നു. നമുക്കറിയാം, ഒരു തലമുറ മുഴുവൻ ആ വാഗ്ദാനത്തെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനം നിറവേറുവാൻ വേണ്ടി കാത്തിരുന്നു. തലമുറ കഴിഞ്ഞു പോയിട്ടും പ്രിയപ്പെട്ടവരെ, ആഷേറിന് കിട്ടിയ ആ കാന എന്ന് പറയുന്ന ദേശത്ത് ഇപ്പോഴും രാജകീയ ഭോജനമാണ് പോയിരിക്കുന്നത്. രാജകീയ ഭോജനം വീഞ്ഞ് തീർന്നു പോയിരിക്കുന്ന ഒരവസ്ഥ. സഹോദരങ്ങളെ, നമ്മൾ വായിക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, ആഷേർ, എൻ്റെ പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ ആഷേർ ആയിരിക്കട്ടെ. നിന്റെ സഹോദരന്മാർക്ക് പ്രിയപ്പെട്ടവനും, നിന്റെ വീഞ്ഞുകൊണ്ട് നീ നിന്റെ കാല് കഴുകും. പ്രിയപ്പെട്ടവരെ, എണ്ണ കൊണ്ട് കാല് കഴുകുവാൻ തക്കവിധം ആഷേറിനെ അനുഗ്രഹിച്ച ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, അവിടെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ ആ വീഞ്ഞ് രാജകീയ ഭോജനം നിറച്ചളന്നമർത്തി കൊടുക്കുവാനുള്ള ഒരു വാഗ്ദാനം ഈ ബൈബിളിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇന്ന് എന്താണ് തീർന്നിരിക്കുന്നത്? നിന്റെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും സന്തതികളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചുമുള്ള കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിലപ്പെട്ടതെന്തും വില കൊടുത്ത് തന്നെ വാങ്ങണം. 2 സാമുവേലിന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങുകയുള്ളൂ, എനിക്കൊരു ചെലവുമില്ലാത്ത ഒരു ബലി എൻ്റെ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുകയില്ല. വലതുകരം ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങുകയുള്ളൂ, എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എന്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല. എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എന്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല. സഹോദരങ്ങളെ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ചെലവുള്ള ഒരു ദഹനബലി എങ്ങനെ, ഓൺലൈനിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ചെലവുള്ള ഒരു ദഹനബലി എങ്ങനെ അർപ്പിച്ച് ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ട നിധിയായ ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ എടുക്കാമെന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവവചനം ആദരവോടെ കരങ്ങളിൽ എടുക്കുന്നവരെ ദൈവം തൻ്റെ ഹൃദയത്തിൽ എടുക്കും. ഹല്ലേലൂയ.
നമുക്കൊക്കെ എന്തൊരാഗ്രഹമാണല്ലേ ദൈവം എന്നെ ഒന്ന് ഹൃദയത്തിൽ എടുത്തിരുന്നെങ്കിലെന്ന്. ഞാൻ ഇന്ന് രാവിലെ ഒരു ഓട്ടോറിക്ഷയ്ക്കാണ് ഇവിടെ വരെ വന്നത്. ഞാൻ ഇവിടെ വന്ന് വണ്ടി ഇറങ്ങിയത് ഒരു ചേച്ചിയെ ഞാൻ കണ്ടു. ആ ചേച്ചി പോയി കൂട്ടത്തിൽ കാണും. ആ ചേച്ചി ഞാൻ എൻ്റെ താമസ സ്ഥലത്തേക്ക് എന്നെ വിടുന്നില്ല. ഒരുപാട് സങ്കടങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നോട് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാതെ ഞാൻ സിസ്റ്ററിനെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടത്തില്ല. ദയവ് ചെയ്ത് ഞാൻ മുഴുവൻ ദുഃഖിതയാണ്. എനിക്ക് ഒരുപാട് രോഗപീഠകളുണ്ട്. എനിക്കൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. എത്ര നാളുകളായി ഞാനൊന്ന് സന്തോഷിച്ചിട്ട് എൻ്റെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഓരോ അവയവത്തിലും ഭയങ്കരമായിട്ടുള്ള രോഗപീഠകളാണ്. ദയവ് ചെയ്ത് ഈ കൺവെൻഷൻ കഴിയുമ്പോഴേക്കും എനിക്ക് അതിൽ നിന്നൊന്ന് സ്വതന്ത്രമായിട്ട് തീരണം എന്ന് ഒരമ്മച്ചി എന്നോട് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ അമ്മച്ചിയുടെ സ്വരം ആദ്യമായി പന്തലി വന്ന് കാല് ചവിട്ടിയ ഞാൻ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇന്നത്തെ ഈ കൺവെൻഷൻ പന്തലിലേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രതിനിധിയായിട്ടാണ് ഈ അമ്മച്ചിയുടെ സ്വരം ഞാൻ കേട്ടത്. ദുഃഖത്തിലടയിരുന്നാൽ ദുഃഖം മാത്രമേ വിരിയുകയുള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ രോഗപീഠകൾ വളരെയധികമുള്ള, കുടുംബത്തിൽ വളരെയധികം അസ്വസ്ഥതകളുള്ള, ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും ധാരാളം സഹനം ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന ആ അമ്മച്ചിയെക്കുറിച്ചും ഈ കർത്താവിന് എന്തോ വാഗ്ദാന വചനങ്ങൾ പറയാനുണ്ട്. അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, യു ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലുള്ള എല്ലാ സങ്കടങ്ങളെക്കുറിച്ചും കർത്താവിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം, കർത്താവിൻ്റെ ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവവചനം കരങ്ങളിൽ എടുക്കുന്നവരെ ദൈവം തൻ്റെ ഹൃദയത്തിലെടുക്കും. ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങുകയുള്ളൂ. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അവിടെയും ഇവിടെയും എല്ലായിടത്തോടെയൊക്കെ നമുക്ക് നിക്കക്കള്ളി ഇല്ലാതെ നമ്മളിങ്ങനെ വെന്ത കാല് പോലെ നമ്മളിങ്ങനെ ഓടി നടക്കും. വേവും വേദനയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ക്രൈസ്തവരായി നമുക്ക് കർത്താവ് തന്നിരിക്കുന്നതാണത്. കർത്താവിൻ്റെ വചനം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിലത്ത് വെക്കാത്ത വിധം നിങ്ങൾ ചുമക്കുക, കർത്താവിൻ്റെ വചനം വഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്നിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈശോ എവിടെ ഇരുന്നാണ് വചനം പഠിച്ചത്? മാതാവിൻ്റെ മാറത്തും മടിയിലും ഇരുന്നാണ് ഈശോ ദൈവവചനം പഠിച്ചത്. നാമും എവിടെ ഇരുന്നാണ് ദൈവവചനം പഠിക്കേണ്ടത്? പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുമടിയാകുന്ന പാഠശാലയിൽ കടന്നിരുന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് വചനം പഠിക്കണം. ഇന്ന് നമുക്കൊരു സെൻറ് മേരീസ് സ്കൂളിൽ നമുക്ക് ഇന്നൊരു അഡ്മിഷൻ എടുക്കണം. നമ്മൾ ഇന്നൊരു അഡ്മിഷൻ എടുത്തിട്ടേ പോകാവുള്ളൂ. എവിടെയാണ് നമുക്ക് അഡ്മിഷൻ വേണ്ടത്? സെൻറ് മേരീസ് സ്കൂളിൽ. അവിടെ ഒരു മേരി ടീച്ചർ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഫാമിലിയെ ഹോളി ഫാമിലിയാക്കി മാറ്റുവാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ കർമ്മല അമ്മയുടെ മക്കള് ആയ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, അമ്മയിൽ നിന്ന് കിട്ടാത്തതായി എന്താണുള്ളത്? എൻ്റെ അമ്മ വലിയൊരു മാതൃഭക്തയായിരുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ ഓർക്കുന്നു, എൻ്റെ അമ്മ പഠിച്ച സ്കൂളിൽ ഒരു മാതാവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ പറയും, എൻ്റെ മോനെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്നും എൻ്റെ സ്കൂളിലുള്ള മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ മക്കളിൽ ഒരാൾക്കെങ്കിലും ഒരു ദൈവവിളി കിട്ടുവാൻ അമ്മ കനിയണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരമ്മയുടെ മനം നൊന്തുള്ള പ്രാർത്ഥന കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മടിയിൽ കയറി ഇരുന്ന് ഇന്നത്തെ ഈ ദൈവദൂതുകൾ ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരുപാട് അപകർഷത ഉള്ള ഒരാളായിരുന്നു, ഒത്തിരി ഭയമുള്ള ഒരാളായിരുന്നു. മാത്രമല്ല ഞാനിങ്ങനെ ഒത്തിരി നെഗറ്റീവ് ചിന്തകളുള്ള ഒരാളായിരുന്നു. ഒരുപാട് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്തായി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അപകർഷതാ ബോധം ഉണ്ടായിരുന്നു. ഞാൻ രണ്ടുപേരോട് പോലും ഉറക്കെ സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല. എന്നാൽ എന്നെ മാറ്റിയത് ഈ പുസ്തകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെൻ്റെ മേശപ്പുറത്ത് ഇരുന്നത് കൊണ്ട് ഞാൻ മാറിയില്ല. ഇതെൻ്റെ മടിയിൽ ഇരുന്നത് കൊണ്ട് ഞാൻ മാറിയില്ല. ഇതെൻ്റെ സഞ്ചിക്കകത്ത് കിടന്നത് കൊണ്ട് ഞാൻ മാറിയില്ല. എൻ്റെ പ്രാർത്ഥനാ മുറിയിലെ പുസ്തകം വെച്ചത് കൊണ്ടും എൻ്റെ കിടപ്പ് മുറിയിലെ പുസ്തകം ഇരുന്നത് കൊണ്ടും ഞാൻ മാറിയില്ല. ഞാൻ ഈ പുസ്തകം വിശ്വസിച്ച് ഏറ്റെടുത്ത് എൻ്റെ ചങ്കിലെടുത്ത് ഞാൻ അത് ബൈഹാർട്ട് ചെയ്ത് ഞാനത് ഉപയോഗിക്കാൻ, എൻ്റെ നാവിലൂടെ അത് പുറത്തെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വന്നു. ഹല്ലേലൂയ. ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ധ്യാനം കൂടിയപ്പോഴോ ഒരു കൺവെൻഷൻ കൂടിയപ്പോഴോ അല്ലെ എന്തെങ്കിലും ഒരു കൈവെപ്പ് ശുശ്രൂഷ, എല്ലാറ്റിനും വളരെയധികം ഫലമുണ്ടായി. എന്നാൽ എന്നെ മാറ്റിമറിച്ച പുസ്തകം കർത്താവിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ഞാൻ ഓരോ വചനം പഠിക്കും തോറും, ഓരോ വചനം ബൈഹാർട്ട് ചെയ്ത് ഞാൻ ഉള്ളിലേക്ക് സംവഹിക്കും തോറും, പഠിച്ചെടുക്കും തോറും എൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ വേരുകൾ, അപകർഷതാബോധത്തിൻ്റെ വേരോടെ പറഞ്ഞു പോന്നു. മാത്രമല്ല ഭയത്തിൻ്റെ വേരുകൾ പറഞ്ഞു വരാനായിട്ട് തുടങ്ങി. പാപത്തിൻ്റെ വേരുകൾ എല്ലാ വേരോടും കൂടെ, നാരായ വേരോടും കൂടെ പറഞ്ഞു പോരാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, എനിക്ക് ഭയമാണ്. കുട്ടികൾ പറയാറുണ്ടല്ലോ, എനിക്ക് ഭയങ്കര പേടിയാ മമ്മി, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തില്ല മമ്മി, എനിക്ക് ഭയങ്കര പീഡകളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ വ്യക്തി തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന, കണ്ണടയും വരെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം എവിടെയുണ്ട്? ദൈവ വചനത്തിലുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. നേരിട്ട് പറഞ്ഞേ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ദൈവവചനത്തിലുണ്ട്. പക്ഷെ നമ്മളത് എന്ത് ചെയ്യണം? അത് കണ്ടുപിടിച്ച് ചുമന്ന മഷിക്ക് വരയിട്ടാൽ പോരാ. അതെന്ത് ചെയ്യണം? അത് വിശ്വസിച്ച് നമ്മുടെ സ്വന്തമാക്കി മാറ്റി അധരത്തിലൂടെ അത് പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 6 കൽഭരണികളില് വെള്ളം നിറഞ്ഞിരിക്കുന്നു. മനുഷ്യ കരം കൊണ്ട് നിർമ്മിച്ച വീഞ്ഞ് തീർന്നു പോയപ്പോൾ കർത്താവിന്റെ നാവിൽ തന്നെ അത് വീഞ്ഞായി മാറി. ഹല്ലേലൂയ. കർത്താവിന്റെ നാവിൽ തന്നെ അത് മനുഷ്യകരം കൊണ്ട് നിർമ്മിച്ച വീഞ്ഞ് തീർന്നു പോയപ്പോൾ കർത്താവിന്റെ നാവിൽ തന്നെ വീഞ്ഞായി മാറി. ഹല്ലേലൂയ. നാവെടുത്ത് കർത്താവ് എന്താ പറഞ്ഞു? ഇനി പകർന്ന് കലവറക്കാരന് കൊടുക്കുവിൻ. മേൽത്തരം വീഞ്ഞായി അത് മാറി. അതെവിടെ നിന്നാണെന്ന് അവരറിഞ്ഞില്ല, എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. എപ്പോഴാണ് ആ മേൽത്തരം വീഞ്ഞുണ്ടായത്? നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ നാവെടുത്ത് നാവിൽ തന്നെ വീഞ്ഞുണ്ടാക്കാൻ സാധിക്കുക. നാവെടുത്ത് പറഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധികൾ മാറ്റാൻ സാധിക്കുക. നമുക്കറിയാം, കർത്താവ് ചെങ്കടലിന്റെ അടുത്ത് ചെന്നിട്ട് ചെങ്കടലിന്റെ അടുത്ത് ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാനാണ്. കർത്താവിന് മനുഷ്യനെ നിർമ്മിക്കുവാൻ വേണ്ടി വലിയ കാര്യമൊന്നും വേണ്ടെന്ന്. കർത്താവിന് കുറച്ച് പൂഴിമണ്ണ് മതി. 5 അപ്പം മതി 5000ങ്ങളെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി. ഗോലിയാത്തിനെ വീഴിക്കുവാൻ വേണ്ടി ചെറിയ കല്ലുകളൊക്കെ മതിയെന്ന്. കർത്താവ് ചെറിയ ചെറിയ കാര്യങ്ങളുടെ തമ്പുരാനാണ്. പക്ഷേ നമ്മൾ ആശ്രയിക്കേണ്ടത് വാളിലോ വില്ലിലോ യുദ്ധത്തിലോ ലൗകിക കാര്യങ്ങളിലോ ഒന്നുമല്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹം വർഷിക്കാൻ യു ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആലുവ അടുത്തുള്ള ഒരു ചേച്ചി ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ, വലിയൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വിളിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിന് വില കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച വലിയൊരു മഹാത്ഭുതം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചെന്ന് പറഞ്ഞു. 2 കര ഉയർത്തിയെന്ന് പറഞ്ഞു. ഇങ്ങനെ നേരിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. അഗ്നി, സുവിശേഷ അഗ്നി, വചന അഗ്നി, വചനജ്വാല, ഹോളി ഫയർ. കർത്താവ് അന്നത്തെ ദിവസം അന്ധനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് എന്താ ചെയ്തത്? അവൻ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടിയിട്ട് പറഞ്ഞു, നീ പോയി എവിടെ പോയി കഴുകണം? ശീലോഹ കുളത്തിൽ പോയി കഴുകണം. അങ്ങനെ അവൻ പോയി കഴുകി. അവൻ എന്ത് സംഭവിച്ചു? അവന് കണ്ണിന് കാഴ്ച കിട്ടി. നമുക്കും പലതരത്തിലുള്ള കുരുടത്വമൊക്കെ നമ്മുടെ ജീവിതത്തിൽ, അന്ധകാരാവൃതമായ മേഘപടലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേവും വേദനയൊക്കെ ആയിട്ട് ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൂടപ്പെട്ടു പോയ കണ്ണുകളൊക്കെ തുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവ് എന്താ ചെയ്ത്? തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. തുപ്പൽ എന്ന് പറഞ്ഞാൽ എന്തോരം തുപ്പിയാലല്ലേ കുറച്ച് ചേറുണ്ടാകുന്നത്? എന്താ തുപ്പണം? ഒരു മനുഷ്യ വ്യക്തി തുപ്പണമെങ്കിൽ എത്ര കാര്യങ്ങൾ വേണം? 3 കാര്യങ്ങൾ വേണം അല്ലേ? അദ്ദേഹം എന്തൊക്കെ ചെയ്യണം? കുനിയണം. മാതാപിതാക്കന്മാർ ആദ്യം എന്ത് ചെയ്യണം? കുനിയണം. യുവതീവാക്കന്മാർ ആദ്യം എന്ത് ചെയ്യണം? തുപ്പണമെങ്കിൽ കുനിയണം. ദൈവവചനത്തിന് മുൻപിൽ മുഴങ്കാലിൽ നിൽക്കത്തക്ക വിധം, കർത്താവേ, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, അങ്ങ് തരുന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആയുസ്സിൽ എനിക്കൊന്നുമില്ല എന്നുള്ള ഒരു എളിയ മനോഭാവം. ഒന്നാമതായി കുനിയണം. രണ്ടാമതായി വാ തുറക്കണം. ഹല്ലേലൂയ. വീണ്ടും അത് മണ്ണിൽ നിക്ഷേപിക്കണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ വാ തുറന്നാൽ കർത്താവ് അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ.
മനുഷ്യ കരം കൊണ്ടുണ്ടായ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഇതാ കർത്താവിന്റെ നാവില് വീഞ്ഞുണ്ടാവുകയാണ്. അവൻ പറഞ്ഞുള്ളൂ 4 നാൾ അഴുകിയ ലാസറിന്റെ ശവശരീരത്തിൽ പോയി കർത്താവ് മുട്ടി വിളിച്ചോ, കുലുക്കി വിളിച്ചോ, വടികൊണ്ടടിച്ചോ? കർത്താവ് ഒന്നും ചെയ്തില്ല. കർത്താവ് എന്താ പറഞ്ഞത്? നാവിൽ നിന്നും ജീവൻ പുറപ്പെട്ടു, ജീവന്റെ വചനം പുറപ്പെട്ടു, വാക്കുകൾ പുറപ്പെട്ടു. ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ അവർ എൻ്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. 2 കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും അധരം തുറന്നിരിക്കണം. എല്ലാവരും നാവ് തുറന്ന് അധരം തുറന്ന് വാക്കുകൾ പുറത്തേക്ക് വരണം. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ അതേ വചനം പറയുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ അധരം തുറന്ന് വചനം പറയുമ്പോൾ ദേശത്തിനും കാലത്തിനും അതീതമായി കർത്താവിന്റെ വചനം ഓൺലൈനിലൂടെയും ഇവിടെ ഇരുന്നെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും ഇപ്പോൾ പ്രവർത്തന നിരതമാകും. നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ. കുറച്ചും കൂടെ സ്വരം ഉണ്ടായി, എന്നാൽ ഇത്രയും പോരാ. കുറച്ചും കൂടെയൊക്കെ നമ്മൾ കുറച്ചും കൂടെ വചനം പറയണം. ഇപ്പൊ പലരും തങ്ങളുടേതായ ദുഃഖത്തിൽ നമ്മളിങ്ങനെ അടയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിൽ ഒരിക്കലും അടയിരിക്കരുത്. നിങ്ങൾ സ്തുതിച്ച് വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ദൈവ വചനത്തിലുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അപകർഷതാബോധം നിറഞ്ഞു നിന്ന ഒരാളോട് പോലും നാവെടുത്ത് സംസാരിക്കാൻ ഒരു വാക്ക് പോലും നാവിലേക്ക് വരാതിരുന്ന എൻ്റെ ജീവിതത്തെ കർത്താവ് തൊട്ടത് ഈ ദൈവവചനം കരങ്ങളിലെടുത്ത് വായിച്ച് പഠിച്ചു തുടങ്ങിയ പിന്നെയാണ്. വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആവേ മരിയ, ആവേ മരിയ. ഈ പന്തലിൽ കർത്താവ് വന്നിട്ടുണ്ട്. നമ്മളെ കർത്താവ് സ്പർശിക്കും. സിസ്റ്റർ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു കൈവെപ്പ് ശുശ്രൂഷ ഇവിടെ ആരും നടത്തിയില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും വന്നതുപോലെ ഇന്ന് തിരിച്ചു പോകത്തില്ല. നിങ്ങൾ സഹകരിക്കുക. കർത്താവിൻ്റെ വചനം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഒരിക്കൽ ഒരു ചേച്ചി ഇങ്ങനെ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങളുടെ വീട്ടിൽ ഒരു കിണർ കുത്തുകയായിരുന്നു. വലിയൊരു കരിമ്പാറ കണ്ടു. ഈ കരിമ്പാറ കണ്ടപ്പോൾ ചേട്ടൻ വിദേശത്താണ്, വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി, ഇനി പാറയാണുള്ളത്, അത് തമര് പൊട്ടിക്കണേ 10-13,000 രൂപയൊക്കെ ആകണം ഇത്ര ആഴത്തിൽ ഇനി പൊട്ടിക്കണമെങ്കിൽ. അപ്പോൾ ചേച്ചി വിചാരിച്ചു, തൻ്റെ ഭർത്താവ് മീനിയിലായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളാണ്, തനിക്ക് ഇപ്പോൾ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് കൂടുതൽ വിഷമമാകും. ചേച്ചി വിചാരിച്ചു, ഇപ്പോൾ റോട്ടിൽ കൂടെ വരുന്ന പൈപ്പ് വെള്ളം ഒക്കെ കുടിച്ച് ജീവിക്കാം, ഇനി കുറച്ച് പൈസയൊക്കെ മക്കൾക്കൊക്കെ ജോലിയായി കഴിയുമ്പോൾ കിണർ കുത്താം. ചേച്ചിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ചേച്ചി വിചാരിച്ചു, സിസ്റ്റർ എപ്പോഴും പറയൂലോ, വില കൊടുക്കണം. നാവിൽ ദുഃഖത്തിൽ അടയിരുന്ന് ആ ദുഃഖത്തെക്കുറിച്ച് സംസാരിക്കാതെ കർത്താവിനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയണം എന്ന് പറയാറുണ്ടല്ലോ സിസ്റ്റർ. ഞാൻ രാത്രിയിൽ മക്കൾക്ക് പണിക്കാർ പോയതിനു ശേഷം ഞാൻ ആ കിണറിൻ്റെ അടുത്ത് ചെന്ന് വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. പറഞ്ഞ വചനം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വചനം. എന്താണിത് പറയുന്നത്? എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ? ഒന്ന് പറഞ്ഞേ മക്കളൊന്ന് പറഞ്ഞേ. യെരമ്യാ 23:29 പറഞ്ഞേ. കുറച്ചുകൂടി തീഷ്ണതയോടെ പറഞ്ഞേ. യെരമ്യാ 23:29. എൻ്റെ വചനം അഗ്നി പോലെയും. അഗ്നി, സുവിശേഷ അഗ്നി. തീ പിടിക്കട്ടെ. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? പ്രിയപ്പെട്ടവരെ, വീണ്ടും ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം. കിണറേ നിറഞ്ഞു കവിയുക, യാക്കോബ് തന്റെ ചെങ്കോല് കൊണ്ട് കുത്തിയ കിണർ. ആ കിണറിൽ നോക്കിക്കൊണ്ട് പുസ്തകം ഉപയോഗിച്ച് ചേച്ചി ദൈവവചനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയായി ചേച്ചിക്ക് ഉറക്കം വരുന്നില്ല. വീണ്ടും ആ കരിമ്പാറയെ നോക്കിക്കൊണ്ട് ദൈവവചനം പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരിമ്പാറയ്ക്ക് ദൈവവചനം മനസ്സിലാകുമോ? കരിമ്പാറ കായിക്ക എന്നുള്ള ഭാഷ പഠിച്ചിട്ടുണ്ടോ?
ഏത് കരിമ്പാറയ്ക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ, അത് തൻ്റെ സൃഷ്ടാവിൻ്റെ സ്വരമാണ്. ഏത് കരിമ്പ് സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഈ ചേച്ചി ദൈവവചനം പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചേച്ചി വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണെന്ന് പറഞ്ഞ കർത്താവെ, നിന്റെ വചനം അയച്ച് ഈ കരിമ്പാറയിലേക്ക് അയച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് നമുക്കറിയാം, നമ്മളോട് പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 23-ാം വചനം പറയുന്നു, നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞ് വലതുകരം ഉയർത്തിക്കൊണ്ട്, നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. എന്താ നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞത്? നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ് എന്നതാണ്. അതെന്ത് ചെയ്യണം? ഏറ്റേറ്റ് പറഞ്ഞു 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 പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചേച്ചി കിടന്ന് ഉറങ്ങുന്നു, മേരി ചേച്ചി കിടന്ന് ഉറങ്ങുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തു. ചേച്ചി പറഞ്ഞു, നേരം വെളുത്തിട്ട് കുറച്ച് സമയവും കൂടി ഇരുന്ന് ഞാൻ ഈ വചനം മാത്രമല്ല, വേറെ കുറേ വചനങ്ങൾ. യെശയ്യായുടെ പുസ്തകം 54:17 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടപ്പത്തിലുമാണിത്. വീണ്ടും ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 35-ാം അധ്യായം 1, 2, 3 കർത്താവേ, എന്നിൽ കുറ്റമാരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റമാരോപിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് അങ്ങ് പൊരുതണമേ. കവചവും പരിചയും ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ. ഞാനാണ് നിന്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരുളി ചെയ്യണമേ. എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നല്ല വെള്ളം കുടിപ്പിക്കാതെ ഇങ്ങനെ പൈപ്പ് വെള്ളമൊക്കെ കുടിച്ച് എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണം. എന്തൊരു വചനമാണല്ലേ! എന്നെ പിന്തുടരുന്ന തിന്മയുടെ ശക്തികളെ, എൻ്റെ മക്കളെ പിന്തുടരുന്ന, എൻ്റെ തലമുറകളെ പിന്തുടരുന്ന തിന്മയുടെ ശക്തികളെ കുന്തമെടുത്ത് തടയണമെന്ന് പറഞ്ഞ് ആ ചേച്ചി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ വാ തുറന്ന് വചനം പറഞ്ഞാൽ കർത്താവ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കും. ഹല്ലേലൂയ. ഉള്ളിൽ വെച്ചോണ്ടിരുന്നാൽ മതിയോ? പുറത്തേക്ക് വരണം, പുറത്തേക്ക് വരണം. ലാസറേ, പുറത്തേക്ക് വരണം, പുറത്തേക്ക് വരണം. ദൈവത്തിന്റെ വചനം അധരത്തിലൂടെ പുറത്തേക്ക് വരണം. നമ്മുടെ ശരീരം അത് കേൾക്കണം. നാഡീ ഞരമ്പുകൾ, രക്തധമനികൾ, ജീവകോശങ്ങൾ നിറയണം, വചനം കൊണ്ട് നിറയണം. ഹല്ലേലൂയ. അങ്ങനെ വചനം ചൊല്ലി ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിച്ച് ചേച്ചിയുടെ ബുദ്ധി ഇടയ്ക്കിടയ്ക്ക് പറയും, ഓ പിന്നെ വലിയ കരിമ്പാറ, ഇപ്പം ഇങ്ങനെ നിൽക്കണ കരിമ്പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുമല്ലേ. ചേച്ചിയുടെ അവിശ്വാസം ചിലപ്പോഴൊക്കെ ഇങ്ങനെ പൊന്തി വരും. എങ്കിലും ചേച്ചി അവിശ്വാസത്തെ വിശ്വാസം കൊണ്ട് കീഴടക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് എന്താ പറയുന്നത്? 2 കരം ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് വിശ്വാസത്തിന്റെ ഒരു ശക്തി കടന്നു വരട്ടെ. കൂരമ്പ് പോലെ വിശ്വാസം എന്ന വലിയ ശക്തി അഗ്നിയായി നമ്മിൽ വന്ന് പതിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം നിമിത്തം അബ്രാഹാം ഒരു വിദേശിയെ പോലെ കൂടാരങ്ങളിൽ പാർത്തു. അതേ വാഗ്ദാനത്തിന്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും ഒപ്പമാണ് അവൻ കൂടാരങ്ങളിൽ പാർത്തത്. ദൈവം സംവിധാനം ചെയ്തതും അടിയുറപ്പിച്ചതും നിർമ്മിച്ചതുമായ ഒരു ദേശത്തെ അവൻ മുന്നിൽ കണ്ടുകൊണ്ടിരുന്നു. വിശ്വാസം നിമിത്തം സാറ പ്രായം കവിഞ്ഞിട്ടും ഗർഭധാരണത്തിന് വേണ്ട ശക്തി സംഭരിച്ചു. ഒരുവനിൽ നിന്ന്, അത് മൃതപ്രായനായ ഒരുവനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും ഭൂമിയിലെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും അനേകം പേർ ജനിച്ചു. അവരെല്ലാവരും വിശ്വാസത്തോടെയാണ് മരിച്ചതെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർ പ്രാപിച്ചില്ല. വിശ്വാസം നിമിത്തം ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ, മരുഭൂമിയിലൂടെ എന്നവണ്ണം യാത്ര ചെയ്തു. എന്നാൽ ഈജിപ്തുകാർ വന്നപ്പോൾ വെള്ളം അവരെ മുക്കിക്കളഞ്ഞു. വിശ്വാസം നിമിത്തം ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം വലം വെച്ചപ്പോൾ കോട്ടയുടെ വൻ മതിലുകൾ ഇടിഞ്ഞ് താഴെ വീണു. വിശ്വാസം നിമിത്തം റാഹാബ് എന്ന വേശ്യ ചാരന്മാരെ സ്വീകരിച്ചതുകൊണ്ട് അവൾ അവിശ്വാസികളോടുകൂടെ എണ്ണപ്പെട്ടതുമില്ല. ഇനിയും ഇതേക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ജെഫ്ത, സാംസൺ, സോളമൻ, സാമുവൽ, ദാവീദ് എന്നിവരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ഇനിയും പറയുവാൻ വാക്കുകൾ പോരാ. വിശ്വാസത്തിന്റെ ശക്തിയാൽ അവർ അഗ്നിയുടെ ശക്തി കെടുത്തി. വിശ്വാസത്തിന്റെ ശക്തിയാൽ അവർ വാഗ്ദാനങ്ങൾ നടപ്പാക്കി. വിശ്വാസത്തിന്റെ ശക്തിയാൽ വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിയായിട്ട് കത്തണം. ഇത്രയും വിശ്വാസം കൊണ്ട് ഈ 2024-ാം ആണ്ട് നമ്മൾ പൂർത്തിയാക്കുവോ?
ഇത്രയും വിശ്വാസം മതിയോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ നമുക്ക് വിശ്വാസം എന്ന വലിയ ദാനം, ദൈവിക ദാനങ്ങളിലൊന്ന്, ദൈവിക പുണ്യങ്ങളിലൊന്നായ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലേ ഈ വചനമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഈ ചേച്ചി രാത്രിയിൽ ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചു, രാവിലെ പ്രാർത്ഥിച്ചു. രാവിലെ നേരം വെളുത്തപ്പോൾ പണിക്കാർ വന്ന് ഒരു പെട്ടിയോട്ടോ കൊണ്ടുവന്ന് സകല സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുകയാണ്. കയറും എല്ലാ സാധനങ്ങളും അവരെടുത്ത് പെട്ടിയോട്ടോയ്ക്കായിട്ട് യന്ത്രങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇനി അവസാനം കിണറ്റിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നറിയാൻ അവർ കരിമ്പാറയിലേക്ക് നോക്കിയപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ കൂവി വിളിച്ചെന്നെ. ഞാൻ ഓടി ചെന്നപ്പോൾ സിസ്റ്ററെ, ആ കരിമ്പാറ ഞരണ്ട് ഇങ്ങനെ കരിമണലായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ! കരിമ്പാറ പൊട്ടിത്തകർന്ന് കരിമണലായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ! കരമടി ചേച്ചിക്ക് മഹത്വം കൊടുത്തേ. താങ്ക് യു ജീസസ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിന്റെ, ആരുടെ ശക്തിയാ അത്? കർത്താവിന്റെ വചനത്തിന്റെ ശക്തി. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അടുത്താണല്ലോ ആലുവ എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിശ്വാസം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയുക. ഞാൻ ആ ചേച്ചിയുടെ വീട്ടിൽ പോയി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരിക. ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ. കർത്താവിന് ഇത് ദൈവത്തിന്റെ സ്വരം, ഇത് കർത്താവിന്റെ കാഹളധ്വനി. ഇതെടുത്തുപയോഗിക്കുന്നവരെ ദൈവം തൻ്റെ ഹൃദയത്തിലെടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതികൂലങ്ങളിലെല്ലാം കർത്താവിന്റെ വചനം. ആ പ്രതികൂലങ്ങളെ കുറിച്ച് കർത്താവിന് എന്താണ് സംസാരിക്കാനുള്ളത്? എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ എൻ്റെ ഈശോയ്ക്ക് എന്താ സംസാരിക്കാനുള്ളത്? നമ്മിൽ പലർക്കും ജീവിത വ്യഗ്രത കൊണ്ട് ഈശോയുടെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കില്ലായിരിക്കാം. സാരമില്ല, നമ്മൾ പരിശ്രമിക്കുന്ന പാപികളാണ് നമ്മളൊക്കെ പരിശ്രമിക്കുക. എന്നാൽ ഒന്നിനു പിറകെ ഒന്നായി കുടുംബത്തിലേക്ക് കടന്നു വരുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ട് നമ്മൾ പലപ്പോഴും വരണ്ടുണങ്ങിപ്പോകാറുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ദൈവവചനമുണ്ട്. ഓരോ പ്രതിസന്ധിയിലും കർത്താവിൻ്റെ വചനം ഒന്ന് ചേർത്ത് പിടിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച്, എൻ്റെ ഈ പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ആ പ്രതിസന്ധിയിൽ ദൈവിക സ്വരം കേൾക്കാനായിട്ട് സാധിക്കും ദൈവവചനത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെയും കൊണ്ട് ഒരു ചേച്ചി വന്നു. സിസ്റ്റർ, ഇവനൊന്നും എഴുതത്തില്ല, ഇവൻ്റെ കൈ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ തെന്നിപ്പോവുക. എന്നിട്ട് ചേച്ചി ഇങ്ങനെ ഒരു പെൻസിലിൽ കുറേ തുണി ഇങ്ങനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ വെച്ച് പെൻസിലുമായിട്ട് വന്നിരിക്കുകയാണ്. എന്ത് ചെയ്താലും എഴുത്തില്ല. അവൻ ആയൊക്കെ എഴുതണമെങ്കിൽ അരമണിക്കൂർ വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്, പക്ഷേ ഒറ്റ പരീക്ഷ പോലും അവൻ എഴുതിയിട്ടില്ല. ഈ കുട്ടിയെ കൈക്ക് പിടിച്ച് തന്നെ ഞാനൊരു സങ്കീർത്തനം കൊണ്ട് എഴുതിച്ചു. 23ാം സങ്കീർത്തനം എഴുതിച്ചു, കർത്താവ് എൻ്റെ ഇടയന. ഈ വചനം പ്രിയപ്പെട്ടവരെ വെറും മലയാള ഭാഷയാണെന്ന് നമുക്കറിയാം, മലയാള ഭാഷ. പക്ഷേ എന്താണ് ഈ ഇരിക്കുന്ന മറ്റൊരു ബുക്കിനും ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന് പറയുന്ന ഈ ബുക്കിനും ഈ ദൈവവചനത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താ? എനിക്ക് തോന്നുന്നില്ല ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ ഒരു പേഴ്സണൽ റെവലേഷനായിട്ടുള്ള ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരധ്യായം ആ കുട്ടി എഴുതിയാലും ആ കുട്ടിയുടെ കയ്യക്ഷരം മാറി ആ കുട്ടിയുടെ കയ്യെ ലെവലിൽ വന്നിട്ട് സുഖപ്പെടുമെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാൽ ഇതൊരു ഔഷധക്കുപ്പിയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. നല്ല സമരിയാക്കാരൻ തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു ഔഷധക്കുപ്പി. നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ് നമ്മളോട് പറയുക. പ്രിയപ്പെട്ടവരെ, വീഞ്ഞും എണ്ണയും കൊണ്ടു നടന്ന നല്ല സമരിയാക്കാരൻ, ആ നല്ല സമരിയാക്കാരൻ തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഔഷധം കരുതി വെച്ചു. ആ നല്ല സമരിയാക്കാരൻ ഈശോ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളിലും ഈ ഔഷധക്കുപ്പി ഒന്ന് തുറക്കണമേ. ഹല്ലേലൂയ. കുരിശുവര കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് അക്ഷരം പോലും വായിച്ചാൽ തിരിയാത്ത ഒരു കുട്ടി എടുത്ത് വായിക്കേണ്ട ഒരു പുസ്തകം അല്ലിത്. പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട പിതാവേ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ മാത്രമാണോ മാതാപിതാക്കന്മാരുടെ കടമ എന്ന് പറയുന്നത്? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും സാധിക്കും. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിയുണ്ട്, പയറുണ്ട്, പരിപ്പുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, ഏത്തപ്പഴമുണ്ട്, മുട്ടയുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ്റിന് കൊടുക്കാൻ സാധിക്കും. എന്നാൽ ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കാൻ സാധിക്കാത്ത, മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ കുത്തിവെക്കാനായിട്ട് സാധിക്കണം. ഒരു പിതാവിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പിതൃത്വ ശുശ്രൂഷയാണ്. ഒരു മാതാവിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു മാതൃത്വ ശുശ്രൂഷയാണ്. വിശുദ്ധ ചാവറപ്പിതാവ് പറയുന്നുണ്ട്, ഓരോ കുടുംബവും ആകാശമോക്ഷത്തിൻ്റെ സദൃശമാണെന്ന് ആകണമെന്ന്. ആകാശമോക്ഷത്തിൽ സ്വർഗീയ മാലാഖമാര് ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നത് പോലെ വിശുദ്ധിയുടെ ഒരു പാളയമായി കുടുംബം മാറി കുടുംബ ജീവിതം എന്ന വിശ്വാസ പാളയത്തിൽ നിന്നും ദൈവസ്തുതികൾ നിരന്തരം ഉയരണമെന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണം. നമുക്കറിയാം,
അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് എന്തേലും തരുവെന്ന് ചോദിച്ചപ്പോൾ പോക്കറ്റിലൊക്കെ തപ്പി ഒന്നും കിട്ടിയില്ല. എന്താ പറഞ്ഞത്? മകനെ, സ്വർണവും വെള്ളി എൻ്റെ കയ്യിലില്ല, എന്നാൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എണീറ്റ് നടക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എണീറ്റ് നടക്കുക. മക്കൾക്ക് വേണ്ടി അധികം ഒന്നും സമ്പാദിക്കാൻ സാധിച്ചില്ലെങ്കിലും മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ കണ്ണ് ഒരിക്കലും നിറയുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിനെ കൊടുക്കുക. അവൻ്റെ നാമത്തിൻ്റെ ശക്തി അവർക്ക് പകർന്നു കൊടുക്കുക. അവർ ഏത് രാജ്യത്താണെങ്കിലും അവർക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഹല്ലേലൂയ. ആദ്യം നമ്മുടെ അടുത്ത് അവർ പഠിക്കുന്ന ആദ്യത്തെ സെമിനാരി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമല്ലേ. നാളെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വലിയ കരാള സർപ്പത്തെ കുത്തിമലർത്തിയ വിശുദ്ധ ഗീവർഗീസിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുത്തിമലർത്തത്തക്ക വിധം എന്തെല്ലാം തരത്തിലുള്ള കെണികളാണ് നമ്മുടെ മക്കൾക്ക് ചുറ്റും വന്നു കൂടുന്നത്. വിശുദ്ധ ഗീവർഗീസിനോട് ചേർന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മക്കളിലേക്ക് ഒഴുക്കപ്പെടട്ടെ. നമ്മൾ ഈ ലോകത്തിൽ മനുഷ്യ, നീ എന്തെല്ലാം സ്വന്തമാക്കിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്താണ് പ്രയോജനം? നമ്മളെല്ലാ വഴികളും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോൾ എങ്ങനെ കാനഡയ്ക്ക് പോകാം, 12ാം ക്ലാസ് കഴിയുമ്പോൾ എങ്ങനെ ജർമ്മനിക്ക് കടക്കാം, ഇതിനുള്ള എല്ലാ വഴികളും, കുറുക്ക് വഴികളും ഊട് വഴികളും നമ്മുടെ ചിറ്റപ്പൻ്റെ ആൻറ്റിമാരുടെ എല്ലാവരുടെയും സ്ഥലത്ത് അന്വേഷിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. എന്നാൽ അവരുടെ ആത്മാവിനെ രക്ഷിച്ചെടുക്കാൻ, അല്ലയോ സഹോദരി സഹോദര, നിങ്ങൾ എന്താ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളത്? സോ ടുഡേ ഈസ് ദ ഡേ, ഇറ്റ് ഈസ് ദ ഡേ ടു സ്റ്റാർട്ട്, ഇറ്റ് ഈസ് ദ ഡേ ടു റൺ. സോ ലെറ്റ് us start today. നമുക്ക് ഇന്ന് തന്നെ ഒന്ന് തുടങ്ങണം. നമ്മൾ ആദ്യം വചനം പഠിക്കണം, നമ്മുടെ മക്കൾക്ക് വചനം കൊടുക്കണം. ഹല്ലേലൂയ. ഒരു ചേച്ചി എന്നോട് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ബൈബിളിൽ ഞാൻ അടുക്കളയിൽ ശർക്കര പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറും ചാള പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറും ഞാൻ എടുത്തിട്ട് വായിക്കും. എന്നാൽ ദൈവവചനം തുറക്കാൻ തുടങ്ങിയാൽ ഉണ്ടല്ലോ, വായിക്കോട്ടയായി, അസ്വസ്ഥതയായി, തുമ്മലായി, വിഷമമായി, പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, പിന്നെ അത് അവസാനിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം. ഒരിക്കലും ഒരു സിസ്റ്റർ, അവിടെ ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ധ്യാനം നടത്തുന്ന ഞങ്ങളുടെ ഒരു സ്ഥലമാണ് കോതമംഗലം സാൻജോഭവൻ എന്ന് പറയും എൻ്റെ മഠം. അപ്പോൾ അവിടെ 13 വർഷങ്ങളായി സിസ്റ്റേഴ്സിന് വേണ്ടി മാത്രം എല്ലാ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനുള്ള ധ്യാനം നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ധ്യാനിച്ച ഒരു സിസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞ ഒരു സാക്ഷി പ്രകാരമാണ്, സിസ്റ്റർ തൻ്റെ മുറിയിലെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി 12 മണിയായി കിടക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജനൽ അടയ്ക്കാൻ വേണ്ടി കൈ പുറത്തേക്ക് ഇട്ടപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ഒരു വലിയ സാധനം ഇങ്ങനെ നിന്ന് ആടുന്നു. സിസ്റ്റർക്ക് ഭയങ്കര പേടിയായി. പെട്ടെന്ന് തന്നെ സിസ്റ്റർ ഓർത്തു, മദറിനെ വിളിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഓട്ടോറിക്ഷക്കാരനെ, പോലീസിനെ ആരെങ്കിലുമൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ വനപാലകരെ, തൊട്ട് അവിടെയുള്ള കുട്ടമ്പുഴ അവിടെയുള്ള വനപാലകരെയൊക്കെ വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ സിസ്റ്റർ പെട്ടെന്ന് തന്നെ വചനത്തിൽ കേട്ട, ധ്യാനത്തിൽ കേട്ട കാര്യങ്ങൾ സിസ്റ്ററിൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. ഒരു പ്രതിസന്ധി വരുമ്പോൾ ആദ്യം പോയി ഓട്ടോറിക്ഷ വിളിക്കുകയും ആദ്യം പോയി മൊബൈൽ ഫോൺ എടുക്കുക അല്ല ചെയ്യേണ്ടത്. ആദ്യം കർത്താവിന് എന്താണ് ഈ പ്രതിസന്ധിയെക്കുറിച്ച് പറയാനുള്ളത്. ഉടനെ സിസ്റ്റർ വിചാരിക്കുകയാണ്, അയ്യോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഈ സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്, ഇത് എങ്ങോട്ടെങ്കിലും ഇഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? പ്രിയപ്പെട്ടവരെ, സിസ്റ്ററിൻ്റെ ബുദ്ധി സിസ്റ്റർ അടി വെച്ചിട്ട് തൻ്റെ ഹൃദയത്തിൽ താൻ അന്ന് പഠിച്ച വചനം സിസ്റ്ററിൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്നു. 2 മക്കബായരുടെ പുസ്തകം 3-ാം അധ്യായം 39-ാം വചനം. വലതുകരം ഉയർത്തിക്കേ, എല്ലാവരും ഉയർത്തിക്കേ. സ്വർഗസ്ഥനായ, കുറച്ചുകൊണ്ട് സ്വരം പറഞ്ഞു, അധരം ഒന്ന് തുറന്നേ, വായൊന്ന് തുറന്നേ. നിങ്ങൾ വാ തുറക്കുമ്പോഴാണ് സ്വർഗം തുറക്കുന്നത്. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്താ വചനത്തിന്റെ അർത്ഥം? സ്വർഗസ്ഥനായ ദൈവം, അന്ന് പഠിക്കാൻ വേണ്ടി സിസ്റ്റർ മേശപ്പുറത്ത് വെച്ച വചനമാണ്. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം, എൻ്റെ വീട്, വിദേശത്തുള്ള മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, അകന്നു പോയിരിക്കുന്ന സ്നേഹബന്ധത്തിലുള്ള ഈ വ്യക്തി. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സിസ്റ്റർ ഈ വചനം നാവിലെടുത്തു. കൈകൊണ്ട് ഉണ്ടാക്കിയ വീഞ്ഞ് തീർന്നു പോയപ്പോൾ കർത്താവിൻ്റെ വീഞ്ഞ് കൽഭരണികളിലല്ല ആദ്യമുണ്ടായത്, കർത്താവിൻ്റെ നാവിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യ കരം കൊണ്ടുണ്ടായ വീഞ്ഞ് ഭരണികളിൽ തീർന്നു പോയപ്പോൾ പിന്നെ വീഞ്ഞുണ്ടായത് നാവിലാണ്. ഹല്ലേലൂയ.
സിസ്റ്റർ ഈ വചനം നാവിലെടുത്ത് ചെല്ലാനായിട്ട് തുടങ്ങി. സിസ്റ്റർ ആവർത്തിക്കാൻ തുടങ്ങി. സിസ്റ്ററിന്റെ ബുദ്ധി പറഞ്ഞു, മദറിനെ വിളിക്കുക, ഫോൺ എടുക്കുക, ഓട്ടോറിക്ഷ. ഈ 12 മണി സമയത്ത് ആര് ഈ പാതിരാത്രി വരാനാണ്? സിസ്റ്റർ വിചാരിച്ചു, ദൈവത്തിനില്ലാത്ത വഴികളുണ്ടോ? ആകാശ വഴികളും സമുദ്ര വഴികളും ഭൂമിയിലെ വഴികളും ഊടുവഴികളും കുറുക്ക് വഴികളും കണ്ടുപിടിച്ച കർത്താവിനില്ലാത്ത വഴിയുണ്ടോ? കർത്താവിനില്ലാത്ത ഉത്തരവുണ്ടോ നമ്മുടെ പ്രതിസന്ധിയിൽ? സിസ്റ്റർ ആ വചനം നാവിലെടുത്തപ്പോൾ സിസ്റ്ററിന്റെ മുൻപിൽ സ്വർഗം തുറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വചനം ആവർത്തിച്ച് സിസ്റ്റർ ചെല്ലാനായിട്ട് തുടങ്ങി. സ്വർഗീയ അപ്പാ, അങ്ങാണ് എൻ്റെ ഭവനം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും. എൻ്റെ വീടിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു എന്ന വചനം സിസ്റ്റർ നാവിലെടുത്തപ്പോൾ അതിനുള്ള പരിഹാരം സ്വർഗം തുറന്ന് കർത്താവ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ ആ മഠത്തിൽ സംഭവിച്ചത് എന്താണെന്ന് സിസ്റ്റർ പിന്നെ ടി വിയിലൂടെ ഇതിൻ്റെ അകത്തോടെ കാണുകയാണ്. പിറ്റേ ദിവസം ക്യാമറയ്ക്കകത്തോടെ കണ്ടത് ഇങ്ങനെയാണ്. ഒരിക്കലും പട്ടി കയറാത്ത ആ കോമ്പൗണ്ടിലേക്ക് വലതുവശത്തെ ഗേറ്റിൽ നിന്നും ഒരു വലിയ പട്ടി കുതിച്ചു ചാടി വന്ന് ആ സാധനത്തിൻ്റെ കഴുത്തേൽ കയറി പിടിക്കുന്നു. വീണ്ടും ഇടതുവശത്തെ ഗേറ്റിൽ നിന്ന് മറ്റൊരു പട്ടി കുതിച്ചു ചാടി വന്ന് ഈ സാധനത്തിൻ്റെ നടുമുറിയിൽ കയറി കടിക്കുന്നു. മൂന്നും കണ്ട് ഭയങ്കര പ്രഹരം. കർത്താവ് അയച്ച പ്രഹരിക്കാൻ വേണ്ടി ഭയങ്കര ഒച്ചപ്പാട് ബഹളവും. പ്രിയപ്പെട്ടവരെ, സ്വരമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എണീച്ച് സിസ്റ്റേഴ്സ് പുറത്തിറങ്ങി വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, 5 സ്ഥലങ്ങളിലായി ഉയർന്നു നിന്ന വലിയ സാധനം 5 സ്ഥലങ്ങളിലായി 5 കഷ്ണങ്ങളായി ചിന്നിച്ചിതറി കിടക്കുന്നു. ഹല്ലേലൂയ. കരപടി ശിശുക്ക് മോത്തം കൊടുത്തേ. താങ്ക് യു ജീസസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. This clap is not for me but for Jesus Christ. So a better clap. കുറച്ചും ഉച്ചത്തിൽ കൈയടിച്ചേ. ഇത്രയും പേരുടെ കൈയടിയാണോ ഇത്? കർത്താവിൻ്റെ കാര്യത്തിൽ അലസത പാടില്ല. ഹല്ലേലൂയ. മറ്റെന്ത് കാര്യത്തിൽ അലസത ഉണ്ടായാലും ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും എന്ന് പറഞ്ഞേ. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ദൈവവചനം ആദരിക്കുന്നവൻ പറ. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കൃഷ്ടം നേടും. ദൈവവചനം ആരുടെ പക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവവചനം ഇന്ന് നിങ്ങളുടെ പക്കലേക്കാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം ആദരപൂർവ്വം കരങ്ങളിൽ എടുക്കുന്നവരെ ദൈവം തൻ്റെ ഹൃദയത്തിൽ എടുക്കും. ഞാൻ ഒത്തിരി വില കൊടുത്ത് വാങ്ങിയ ഒരു വചനമാണ് ഇത്. ഞാൻ ഒത്തിരി വില കൊടുത്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചറായി, 10ലെ ക്ലാസ് ടീച്ചറായി പഠിപ്പിക്കുന്ന ഒരു കാലം എനിക്കൊരു ബോധ്യം കിട്ടി. ദൈവവചനം ഈസ് ഈക്വൽ ടു ജീസസ്. ഞാൻ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലെ പ്രഥമവും പ്രധാനവുമായ എൻ്റെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും വചനമായിരുന്നു. ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എൻ്റെ കയ്യിൽ കെട്ടി എൻ്റെ കയ്യിൽ പിടിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ 2 ലിസ്റ്റുമായിട്ടാണ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരുന്നത്. ഒരു ലിസ്റ്റിൽ തേങ്ങ, മാങ്ങ, അവല്, ശർക്കര, പയറ്, പരിപ്പ്, വെണ്ടയ്ക്ക, സൂപ്പ് എന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റ്. മറ്റേ ലിസ്റ്റിൽ നിയമാവർത്തനം 28:8, പുറപ്പാട് 33:17, ലേവ്യർ 26:6, സങ്കീർത്തനം 147, 13, സെഫാനിയ 3:17, മത്തായി 4:10-11, 2 സാമുവേൽ 7:29. ഇങ്ങനെ മറ്റൊരു ലിസ്റ്റ്. തേങ്ങയും മാങ്ങയും അവലും ശർക്കരയും പയറും പരിപ്പും വെണ്ടയ്ക്കയുമുള്ള ആ ലിസ്റ്റ് അവിടെയുള്ള ഇസ്മായേലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെയുള്ള ബെഞ്ചിന്മേലിരുന്ന് ദൈവവചനം പഠിക്കും. തിരിച്ചൊരു 3 മണിക്കൂറിന് ശേഷം മാർക്കറ്റിൽ നിന്നും കിച്ചണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ നിർത്തുമ്പോഴേക്കും ഒരു 30 ദൈവവചനം ബൈഹാർട്ട് ചെയ്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വീട് തൊടുപുഴ അടുത്താണ്. കോതമംഗലം ടു തൊടുപുഴ 2 and 4 3 hours. 1.5+1 ഈ 3 മണിക്കൂറും കൊണ്ട് എത്ര ദൈവവചനം പഠിക്കാം. തലേ ദിവസമേ കാൽക്കുലേഷൻ നടത്തി എൻ്റെ പേഴ്സിൽ ഞാനൊരു 40ഓളം ദൈവവചനം എടുത്തു വെക്കും. ഞാൻ വണ്ടി കയറി ഉടൻ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് ദൈവവചനം പഠിക്കും. 7 മണിക്ക് മുൻപ് എൻ്റെ കോൺവെന്റിന്റെ ഗേറ്റ് കടക്കുന്നതിന് മുൻപ് തന്നെ ഒരു 40 ദൈവവചനം ബൈഹാർട്ട് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ബൈബിളിലാകെ എത്ര സങ്കീർത്തനങ്ങളാണുള്ളത്? ബൈബിളിലാകെ എത്ര സങ്കീർത്തനമുണ്ട്? ഹലോ, ബൈബിളിലാകെ എത്ര സങ്കീർത്തനമുണ്ട്? 150 സങ്കീർത്തനം. ഏറ്റവും വലിയ സങ്കീർത്തന പൂന്തോപ്പ് എന്നറിയപ്പെടുന്ന സങ്കീർത്തനം ഏതാണ്? സങ്കീർത്തനം 119. എത്ര കൊട്ടേഷൻസ് ഉണ്ട്? 176 കൊട്ടേഷൻസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ വചനം പഠിക്കണം, സങ്കീർത്തനം പഠിക്കണം. നിങ്ങൾ സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീടിൻ്റെ 4 മൂലയ്ക്ക് നിന്ന് നിങ്ങൾ വചനം ചൊല്ലി പ്രാർത്ഥിക്കണം. മക്കളെ ആജ്ഞാപിച്ച് വചനം പഠിപ്പിക്കണം. അവരുടെ ബർത്ത്ഡേക്കും അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ അവരുടെ വയസ്സിൻ്റെ സങ്കീർത്തനം ബൈഹാർട്ട് ചെയ്യാൻ അവർക്ക് പ്രേരണ കൊടുക്കണം. നമ്മൾ കേക്ക് വാങ്ങിക്കാനും സേമിയ പായസം ഉണ്ടാക്കാനും മറ്റ് പല കാര്യങ്ങൾക്ക്
പുത്തൻ ഉടുപ്പെടുക്കാനൊക്കെ വേണ്ടി എത്രയോ സമയം ചെലവിടുന്നു അല്ലേ? എന്നാൽ അവരുടെ ബർത്ത്ഡേക്ക് 13 വയസ്സായ ഒരു കുട്ടിയെ 13-ാം സങ്കീർത്തനം പഠിപ്പിക്കണം. ഹല്ലേലൂയ. അമ്മച്ചിമാരെ 47 വയസ്സായ അമ്മച്ചി 47-ാം സങ്കീർത്തനം പഠിക്കണം. 53 വയസ്സായ അപ്പച്ചൻ 53-ാം സങ്കീർത്തനം പഠിക്കണം. നിങ്ങളുടെ പ്രായത്തിന്റെ സങ്കീർത്തനത്തിന് എന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കാനുണ്ടത്രേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം അധരത്തിൽ നിന്ന് എപ്പോഴൊക്കെ പുറപ്പെടുന്നുവോ അപ്പോഴൊക്കെ കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കർത്താവേ, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. കർത്താവിൻ്റെ അധരത്തിലൂടെ ഒരു വാക്ക് പുറപ്പെട്ടാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഹല്ലേലൂയ. ശതാധിപന്റെ ഭൃത്യന് കർത്താവ് സുഖപ്പെടുത്തി. ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം, ഈ വാക്കാണ്, ഈ വാക്ക് കർത്താവിൻ്റെ സ്വരം. ഇത് നമ്മൾ അധരത്തിലെടുക്കണം, അധരത്തിലൂടെ പുറത്തേക്ക് വരണം. കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായി. ഞാൻ എടുത്ത് പ്രാർത്ഥിച്ചൊരു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 9-ാം വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 9-ാം വചനം. ഏറ്റവും വെറുക്കപ്പെട്ടവളും ജനതകളാൽ നിന്ദിതയും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ പരിശുദ്ധനും സർവശക്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും ഭരണാധിപന്മാർ നിന്റെ മുൻപിൽ പ്രണമിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഈ വചനം ഒരു പേപ്പറിൽ അങ്ങ് എഴുതിയെടുത്തിട്ട് ആവർത്തിച്ച് ചൊല്ലാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ വചനത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവസം കാഴ്ചമുറിയിൽ ഒരു ചേച്ചി ഇങ്ങനെ സ്പിരിച്വൽ ഷെയറിങ്ങിനായിട്ട് വന്നു. ചേച്ചി കുറേ സങ്കടങ്ങൾ, ഭയങ്കര സങ്കടക്കടലിൽ നിന്നാണ് വന്നിരിക്കുക. എന്നോട് പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ ചങ്കും കൂടെ ഞാൻ ജീവനോടെ പറിച്ച് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കാം, എനിക്ക് ഇച്ചിരി സമാധാനം തന്നുവിടുമോ, എനിക്ക് ഭയങ്കര ഭയമാണ്, എൻ്റെ ഭർത്താവിന് ഭയമാണ്. എനിക്ക് വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് നാരകമുള്ളിൻ്റെ മുകളിലേക്ക് ചെന്ന് കയറുന്നത് പോലെ അത്രമാത്രം അസ്വസ്ഥമാണ് എൻ്റെ കുടുംബത്തിൽ. ദയവ് ചെയ്ത് എനിക്ക് ഇച്ചിരി സമാധാനം തന്നുവിടുമോ? പ്രിയപ്പെട്ടവരെ, സമാധാനം ഒരാൾ മാത്രമാണ്, ഈശോ മാത്രമാണ് സമാധാനം. പ്രിയപ്പെട്ടവരെ, ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തലയിൽ കൈവച്ചൊരു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. ചൊല്ലിയ വചനം ഇതായിരുന്നു. യെശയ്യാ പ്രവചനം 41:13. എല്ലാവരും 2 കരം ഉയർത്തി പ്രാർത്ഥിച്ചേ. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എന്റെ അധരത്തിൽ നിന്ന് ആ വചനം അങ്ങോട്ട് പുറപ്പെടുവല്ല. ഈ ചേച്ചി ഇരുന്ന കസേരയെന്ന് ഒറ്റ പൊങ്കൽ, സിസ്റ്റർ എന്നെ ആരാണ്ട് അള്ളി എൻ്റെ കയ്യിൽ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിരിക്കുകയാണ്. ഏത് വചനമാണ് ചൊല്ലി പ്രാർത്ഥിച്ചത്? നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. വലത് കൈ കയറി പിടിച്ച് നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ടവര്? വിശ്വാസമുണരട്ടെ. കർത്താവിൻ്റെ വചനം ഒരു ഭൗതിക കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. എങ്കിലും നമുക്കറിയാം, ആത്മീയം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എനിക്ക് ഈ പന്തലിൽ ഇരിക്കുന്ന നിങ്ങളോട് ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾ അധരം തുറന്ന് ദൈവവചനം ഉച്ചത്തിൽ പറയണം. അധരം തുറന്ന് നിങ്ങൾ വചനം പറയുമ്പോൾ, നിങ്ങൾ വാ തുറന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോഴാണ് സ്വർഗം വാതിൽ തുറക്കുന്നത്. ഹല്ലേലൂയ. ഒരുപാട് സങ്കടപ്പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ രോഗപീഠകളിൽ നിങ്ങൾക്ക് വചനം ചൊല്ലി പ്രാർത്ഥിക്കാം. ഞാൻ ഒരു ദിവസം പ്രഭാതത്തിൽ നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ 1-ാമത്തെ വിരൽ ഇങ്ങനെ ഭയങ്കര വെളുത്തിരിക്കുകയാണ്. ഉടുപ്പിൻ്റെ കളറാണ് നഖത്തിന്. ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസം അടുപ്പിച്ച് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട്, സിസ്റ്റർ, ഒരു ഹൈലി ഫംഗൽ ഇൻഫെക്ഷനാണ്, ഇൻഫെക്ഷനുള്ള മരുന്ന് കഴിക്കണം. 3 മാസം 3 നേരം മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഈ ഫംഗൽ ഇൻഫെക്ഷൻ മാറത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി പേഴ്സണൽ പ്രേയറിൻ്റെ സമയത്ത് ഞാൻ ചിന്തിച്ചു, എൻ്റെ കർത്താവിൻ്റെ ഔഷധക്കുപ്പി ഞാൻ തുറന്നു. കർത്താവ്, ഒരു പ്രതികൂലം 3 മാസം അടുപ്പിച്ച് മരുന്ന് കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ ശുശ്രൂഷയെ ഒരു പക്ഷേ അങ്ങനെ ക്ഷീണമൊക്കെ വരുമല്ലോ. ഞാൻ ഒരു വചനം എടുത്ത വചനം ഇതായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:10. എന്താണത്? ജ്ഞാനം. 2 കരം ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, ജ്ഞാനം 16:10. ഒന്ന് ഉയരട്ടെ, സ്വരം ഉയരട്ടെ ഈ പന്തലിൽ. ജ്ഞാനം 16:10. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ജ്ഞാനം 16:10. അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. അങ്ങയുടെ മക്കളെ വകവരുത്താൻ
മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദ്യം വീഞ്ഞ് നിറയേണ്ടത് ഭരണികളിലല്ല, നമ്മുടെ നാവിലാണ്. ആദ്യം വിവാഹ തടസ്സം മാറേണ്ടത് നമ്മുടെ നാവിലാണ്. ആദ്യം കുടുംബ കലഹം മാറ്റേണ്ടത് നമ്മുടെ നാവിലാണ്. കർത്താവിൻ്റെ വചനം നാവിലെടുക്കുക, അതിനുള്ള പരിശുദ്ധി നമ്മുടെ നാവിനുണ്ടായിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15:19. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവു പോലെയായിരിക്കും. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറയുന്ന ഒരു നാവാക്കി നമ്മുടെ നാവിനെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശത്രുവിൻ്റെ ഏത് കോട്ടക്കൊത്തളങ്ങളെയും തകർത്ത് വീഴ്ത്തുവാൻ, തകർന്നടിയുവാൻ തക്കവിധം നാവിൻ്റെ വിശുദ്ധി ഉള്ളവർക്ക് ദൈവവചനം പറഞ്ഞാൽ കർത്താവ് അതേപടി ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. പലരും പറയും, സിസ്റ്റർ വചനം പഠിച്ചിട്ട് മറന്നു പോകുന്നു. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? ഒരിക്കലും ഒരു ദിവസം ഞാനൊരു ഇടവക ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം യുവാക്കന്മാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റേ ഞങ്ങൾക്ക് വചനം പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾ പഠിക്കും, പക്ഷേ അപ്പോൾ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഞാൻ അന്ന് അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങൾ വില കൊടുത്ത് പഠിക്കാൻ പറഞ്ഞു. ആ യുവാക്കന്മാർ ഇപ്രകാരം ചെയ്തു. 119 സങ്കീർത്തനം എടുത്തിട്ട് അവർ പറഞ്ഞു, നമുക്കിന്നൊരു ജാഗരണം നടത്തി ആ 119 സങ്കീർത്തനം ഒന്ന് പഠിക്കണം. പ്രഭാതമായപ്പോഴേക്കും അവർ പറയുകയാണ്, സിസ്റ്റർ ഞങ്ങൾ കേവലം 3 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ, ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ മറക്കും, ഞങ്ങൾ പുറത്ത് പോയി മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഒന്നോടെ പഠിക്കും, വീണ്ടും പഠിക്കും, വീണ്ടും പഠിക്കും. അങ്ങനെ ആ യുവാക്കന്മാർ ആ വചനം പഠിച്ചു. 13 യുവാക്കന്മാരാണ് ആ ഇടവകയിൽ അങ്ങനെ തീരുമാനമെടുത്ത് ആ വചനം പഠിച്ചത്. കുറച്ച് പേര് മറന്നൊക്കെ പോയി. എങ്കിലും ഞാൻ ഓർക്കുന്ന ഒരു 3 മാസത്തിൽ അധികം നീണ്ടു നിന്നില്ല. ഓരോരുത്തരായി എൻ്റെ അടുത്ത് സാക്ഷ്യം പറയാനായിട്ട് വന്നു. സിസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ ഇന്ന ബന്ധനം മാറിപ്പോയി സിസ്റ്റർ, ഞാൻ ഇന്ന വചനം എൻ്റെ ഉള്ളിലാക്കിയുള്ളൂ, ഇന്ന കാര്യത്തിൻ്റെ വേര് പറഞ്ഞുപോയി. എനിക്ക് വലിയൊരു ആനന്ദമാണ്. എല്ലാ പ്രശ്നത്തിനും വചനം തുറക്കാൻ ഇപ്പോഴെനിക്ക് സാധിക്കുന്നു. ഇവിടെ ഒരുപാട് യുവജനങ്ങൾ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളുടെ സഭയെ വളർത്തുവാൻ നമുക്ക് നിങ്ങളുടെ കരങ്ങൾ പവിത്രമായി എന്നും കാത്തു സൂക്ഷിക്കുക. തിരുസഭയെ, മുടിചൂടി നിൽക്കുന്ന തിരുസഭയിൽ നിങ്ങൾ സഭയെ വളർത്തത്തക്ക വിധം വിശ്വാസത്തിൻ്റെ വലിയ ശക്തി നിങ്ങളുടെ അഗ്നിയായിട്ട് എന്നും കത്തി നിൽക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നാവെടുത്ത് ദൈവവചനം പറയണം. മക്കളെ കൊണ്ട് അത് പറയിപ്പിക്കണം, അത് എഴുതിക്കണം. കയ്യക്ഷരം മോശമുള്ള കുട്ടികൾ അത് എഴുതുക. ഏതെങ്കിലും തരത്തിലുള്ള പാപബന്ധനങ്ങളിൽ കുരുക്കിൽ അകപ്പെട്ടു പോയ ഒരു കുട്ടി, ആ കുട്ടിയോട് പറയണം, സങ്കീർത്തനം 107:14 എഴുത്. ആ വചനം നിന്റെ കണ്ണൊന്ന് കാണട്ടെ, നിന്റെ പഞ്ചേന്ദ്രിയങ്ങളൊന്ന് കാണട്ടെ. ദൈവവചനം കരങ്ങളിൽ എടുക്കുന്നവരെ, എഴുതുന്നവരെ, വായിക്കുന്നവർ, ഇവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ ആരും നഷ്ടധൈര്യരായി കുനിഞ്ഞ ശിരസോടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ പർവ്വതം പോലുള്ള നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നം കണ്ട്, പക്ഷേ എൻ്റെ മുമ്പിൽ അപ്പടി പർവ്വതമാണല്ലോ, എൻ്റെ മുമ്പിൽ അപ്പടി അസ്വസ്ഥതയാണല്ലോ, എൻ്റെ വീട്ടിൽ അപ്പടി ക്ലേശമാണല്ലോ എന്ന് നമ്മളാരും പറയരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നാവെടുത്ത് എന്തു പറയുന്നു അതേ സംഭവിക്കത്തുള്ളൂ. നമുക്കറിയാം, സെറുബാബേൽ എന്ന് പറയുന്ന പുരോഹിതനോട് ദൈവമായ കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? എനിക്കൊരു ആലയം പണിയാനായിട്ട് പറഞ്ഞല്ലേ. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? സക്രിയയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം വചനം 6-7 വചനം പറയുകയാണ്, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. അപ്പോൾ സെറുബാബേൽ നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ഭയങ്കരമായിട്ടുള്ള പർവ്വതം പോലെ കുന്നും മലയും, അവിടെ ഒരു ആലയം പണിയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സെറുബാബേൽ അവിടെ എന്നിട്ട് വിളിച്ചു പറയുവാണ്, പർവ്വതമേ, മഹാപർവ്വതമേ, സെറുബാബേൽ നിന്നെ കീഴടക്ക്. 7-ാമത്തെ വചനം ഒന്ന് എടുത്ത് വായിക്കണം. അപ്പോൾ അവസാനത്തെ കല്ല് വച്ച് തീരുമ്പോൾ പറയുക, പണിത് തുടങ്ങിയിട്ടില്ല, പണിത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെറുബാബേൽ കണ്ടിട്ട് നാവിലാണ് ആദ്യം ഭവനം പണിതത്. ആദ്യം നാവെടുത്ത് ഭവനം പണിതു. ഹല്ലേലൂയ. അവസാന കല്ല് വച്ച് കഴിയുമ്പോൾ ജനങ്ങൾ പറയും, എത്ര മനോഹരമായി സൗധമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് സെറുബാബേൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മന്ദിരങ്ങൾ, വീടുകൾ, പഠനമേഖലകൾ, വിദേശ ജോലികൾ ആദ്യം നാവെടുത്ത് പണിയട്ടെ. ആദ്യം വീഞ്ഞ് ഭരണികളിൽ തീർന്നു പോകുമ്പോൾ നാവിൽ വീഞ്ഞുണ്ടാകട്ടെ. വീഞ്ഞു നിറയും. ആശേർ, നിന്റെ പുത്രന്മാരിൽ
എൻ്റെ പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ നീയാകട്ടെ എന്നാണ് അപ്പൻ അനുഗ്രഹിച്ചത്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം ഈ ബൈബിളിലുണ്ട്. ആര് കണ്ടുപിടിച്ച് മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്? മോനെ, നിന്നെക്കുറിച്ച് ഇന്നതാടാ ഈശോ പറഞ്ഞിരിക്കുക. മോനെ, നിന്റെ ഭാവിയെക്കുറിച്ച് ഇന്നതാ മോനെ ദൈവം പറഞ്ഞിരിക്കുന്നത്. മോളെ, ജീവിത പങ്കാളി അടുത്തിരുത്തി വചനം ഒന്ന് വായിക്കുക. രണ്ടുപേരും കൂടെ ഒന്ന് തുറന്നു വെച്ച് ദൈവവചനം ഇരുന്നൊന്ന് വായിച്ചേ. ആ വചനദൂത്, ആ കാഹളധ്വനി നിങ്ങളുടെ കുടുംബത്തിൽ മുഴങ്ങുമ്പോൾ മറ്റെല്ലാ കാഹളധ്വനികളും അപ്രത്യക്ഷമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസ്വസ്ഥതയുടെ വേരുകൾ, അസമാധാനത്തിന്റെ വേരുകൾ വേരോടെ പിഴുതെറിയപ്പെടും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. റോഡ് ക്രോസ് ചെയ്ത് പോയപ്പോൾ ആ ചേച്ചി വചനം കൈ പിടിച്ചുകൊണ്ട്, വലത് കയ്യിൽ വചനം പിടിച്ച് ആ ചേച്ചി റോഡ് ക്രോസ് ചെയ്ത് പോയി. ചേച്ചിയുടെ വലത് കയ്യിലുണ്ടായിരുന്ന വചനമാണ് റോമാലേഖനം 16:20. വലത് കൈ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. കൈ താഴ്ത്തി വെച്ച്. എന്താണ് ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണം? ഏത് വചനമാണ്? സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും എന്ന വചനം ആവർത്തിച്ച് നാവിലെടുത്ത് ആ ചേച്ചി ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോൾ വലിയൊരു ആംബുലൻസ് സ്പീഡിൽ വന്ന് ഈ ചേച്ചി ഇടിച്ചു തെറപ്പിച്ചു. ആൾക്കാരെല്ലാം വന്നിട്ട് പറഞ്ഞു ഡെഡ് ബോഡിയിൽ ആരും തൊട്ടുകൂടാ, മസിൽ തയ്യാറാക്കാൻ പോലീസ് വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് ഡെഡ് ബോഡി നേരെ ആംബുലൻസിൽ കയറ്റി, ആരും അതിൻ്റെ പൊസിഷനൊന്നും മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ ചുറ്റും കൂടി നിൽക്കുക. ഈ സിസ്റ്ററിൻ്റെ ബാക്കി കൊടയും മൊബൈൽ ഫോണും ബാഗും എല്ലാം തെറിച്ച് പല സ്ഥലങ്ങളിലേക്ക് പോയി. എന്നാൽ തൻ്റെ വലത് കയ്യിലിരുന്ന വചനം മാത്രം ആ കയ്യിലിരുന്നു. ആ കയ്യിൽ, വലത് കയ്യിൽ റോമാലേഖനം 16 വചനം മാത്രം ഇരുന്ന് കമന്നിങ്ങനെ കിടക്കുന്ന ആ വ്യക്തി കേൾക്കുകയാണ്. ആരോ ആ വ്യക്തിയുടെ തലയും പുറവും ഇങ്ങനെ നിലത്ത് തൊടാതെ താങ്ങി പിടിച്ചിരിക്കുന്നതും ഒരു എഴുന്നേൽക്കും മകളെ എന്നൊരു സ്വരവും. ചാടി എണീറ്റ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഡെഡ് ബോഡിക്ക് ജീവൻ വെച്ചു എന്ന് പറഞ്ഞ് 2 സൈഡിലേക്ക് ഓടി മാറി. പറയുകയാണ്, പോലീസ് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി കൊടുത്തു. ഒരു ചെറിയ ഒടിവോ ചതവോ യാതൊന്നും ശരീരത്തിലുണ്ടായില്ല. കാരണം അവൾ കരങ്ങളിൽ എടുത്തു പിടിച്ചത് എന്താണ് കരങ്ങളിൽ പിടിച്ചിരുന്നത്? നിങ്ങൾ വിചാരിക്കും ഒരു ചെറിയ പേപ്പർ തുണ്ടിൽ ഒരു ദൈവവചനം എഴുതി കൈ പിടിച്ചാൽ എന്നാ കിട്ടുമെന്ന്? പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ജീവൻ കിട്ടും. ഹല്ലേലൂയ. ജീവിത മധ്യത്തിൽ വെച്ച് ദാവീദ് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. തൻ്റെ ജീവിതത്തിൽ എന്തോ അപകടം വന്നപ്പോൾ ദാവീദ് കർത്താവേ, ജീവിത മധ്യത്തിൽ വെച്ച് എന്നെ തിരിച്ചു വിളിക്കരുത്. സങ്കീർത്തനം 118 അധ്യായം 17 വചനം. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും എന്ന് പറഞ്ഞേ. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും പറഞ്ഞേ. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഹല്ലേലൂയ. എത്ര പേരുണ്ട് കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കാൻ? മാതാപിതാക്കന്മാരെ, നിങ്ങൾ ഒരുക്കണം, മക്കളെ ഒരുക്കണം, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കണം. നിങ്ങളുടെ ദാമ്പത്യ വലരിൽ പൂത്ത ഒരു സന്താനത്തെയെങ്കിലും ദൈവ ശുശ്രൂഷയ്ക്കായി കർത്താവെ ഏറ്റെടുക്കണം. കർത്താവിന് സമർപ്പിക്കുവാൻ വേണ്ടി മാതാപിതാക്കന്മാരായി നിങ്ങൾ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രാവുകൾ ഉണ്ടാകട്ടെ. സിസ്റ്റേഴ്സിൻ്റെ വൈദികരുടെയൊക്കെ മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ? സിസ്റ്റേഴ്സിൻ്റെ വൈദികരുടെ മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ 1 2 3 താത്തിയിട്ടു. ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് ഇത്രയും പേരേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസം എന്തുകൊണ്ട് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അടുത്ത തലമുറയെ വളർത്തുവാൻ, അടുത്ത തലമുറയ്ക്ക് വിശ്വാസത്തിൻ്റെ ചൈതന്യം പകർന്നു തരുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ ഈ വാഗ്ദാന വചനങ്ങൾ കരങ്ങളിൽ എടുക്കണം. അടുത്ത തലമുറയ്ക്ക് ചൊല്ലി കൊടുത്തിത് പഠിപ്പിക്കണം. അടുത്ത തലമുറയുടെ ജീവിത പ്രതിസന്ധികളിൽ ഒരുപക്ഷെ അവരുടെ കയ്യിൽ ദൈവവചനം കാണുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി മരണം വരെ രക്തസാക്ഷിത്വത്തോളം പടപൊരുതുവാൻ തക്കവിധം അവരുടെ ഹൃദയത്തെ നമ്മൾ നേടിയെടുത്തിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ജീവിതം ഒന്നേയുള്ളൂ, അത് ജയിച്ച ജീവിതമായി തീരട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആർക്കും കടക്കാരനല്ല. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ഓരോ നാണയത്തൊട്ടും, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തുന്ന ഓരോ വിയർപ്പ് കണങ്ങളും കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എല്ലാ കടവും വീട്ടും. കർത്താവിൻ്റെ വചനം നാവിലെടുക്കുക, കർത്താവിൻ്റെ വചനം ഹൃദയത്തിലെടുക്കുക, കർത്താവിൻ്റെ വചനം നിങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും എണീക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലായ്പ്പോഴും കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ആജ്ഞാപിച്ച് മക്കളെ പഠിപ്പിക്കുക. അപ്പോൾ പിതാക്കന്മാർ വഴി നമുക്ക് ലഭിച്ച ദേശത്ത് സുരക്ഷിതമായി പാർക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അധരത്തിലൂടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരട്ടെ, പ്രത്യാശയുടെ വാക്കുകൾ പുറത്തേക്ക് വരട്ടെ, സ്നേഹത്തിൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരട്ടെ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരട്ടെ. മാതാപിതാക്കന്മാർ ഇന്ന് ചെന്നിട്ട് നിങ്ങളുടെ വയസ്സിൻ്റെ സങ്കീർത്തനം ഒന്ന് വായിക്കണം, ജീവിത പങ്കാളിയുടെ വയസ്സിൻ്റെ സങ്കീർത്തനം ഒന്ന് വായിക്കണം, മക്കളുടെ വയസ്സിൻ്റെ സങ്കീർത്തനം ഒന്ന് വായിക്കണം. നിങ്ങളെല്ലാവരെയും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എവിടെ ഇരുന്ന വചനം പഠിക്കുന്നത്? പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുമടിയിലിരുന്ന്. ഹല്ലേലൂയ.